നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ദം ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3/4 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളം കളയാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫ് ഇതുപോലെ ഇത്രയും വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 പൂണ്ട് വെളുത്തുള്ളിയാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 8 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചതച്ചെടുക്കണം. ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വേവിക്കാനായിട്ട് കുക്കർ എടുക്കാം. അതിലേക്ക് ബീഫ് കഴുകി നമുക്ക് ഇട്ട് കൊടുക്കാം വെള്ളമില്ലാതെ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ കുറച്ച് പുതിനയിലയും മല്ലിയിലയുമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പുതിനയില ഒരു 3 ടേബിൾ സ്പൂണ്, 2 ടേബിൾ സ്പൂണ്, മല്ലിയില 3 ടേബിൾ സ്പൂണ്, ഇത്രയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഇല്ലെങ്കിൽ ബിരിയാണി മസാല എന്ന് പറയുന്നത് ഗരം മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർന്നതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം, 1/2 ഗ്ലാസ്. അപ്പം ബീഫിൽ വെള്ളമുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ നല്ലോണം വെള്ളമുണ്ടെങ്കിൽ അത് ഇറങ്ങി വരും. അപ്പോൾ അതനുസരിച്ച് ഇതിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ കംപ്ലീറ്റ് വെള്ളം കളഞ്ഞതുകൊണ്ട് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്തെടുക്കുവാണ്. ഇനി ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 6 വിസിൽ വരുന്നിടം വരെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിയിലയാണ്. 1 കപ്പോളം മല്ലിയില എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പുതിനയില ചോപ്പ് ചെയ്തെടുത്ത് വെച്ചേക്കുവാണ്. റൈസാണ്. റൈസ് ഞാനിവിടെ 1 കിലോ റൈസാണ്, അതായത് 5 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ജീരകശാല റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതുപോലെ വളരെ ചെറിയ റൈസാണ്. നമ്മൾ മട്ടൺ ബിരിയാണി ബീഫ് ബിരിയാണിക്കൊക്കെ ഈ ജീരകശാല റൈസാണ് ഒന്നും കൂടി നല്ലത്. ഇപ്പം ഇത് കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞ് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഒണിയനും കാഷ്യൂ നട്ടും ഒക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, റിഫൈൻഡ് ഓയിൽ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് വറുക്കാവൂ. അപ്പം ഞാനിവിടെ 2 വലിയ ഒണിയന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, അതായത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ്. പിന്നെ കാഷ്യൂ നട്ട് ഒരു 15 എണ്ണോളം എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണോളം ഉണക്കമുന്തിരിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. എണ്ണ നല്ല ചൂടായതിന് ശേഷം ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടാണ് ഈ ഓണിയനൊക്കെ വറുത്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് വറക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തന്നെ ഇത് കോരി മാറ്റണം. നമ്മളത് ഇളക്കിക്കൊണ്ടേ ഇരുന്നിട്ട് വേണം ഹൈ ഫ്ലെയിമിലിട്ട് വറക്കാൻ. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇനി കാഷ്യൂ നട്ട് കൂടി ഇട്ട് അതുപോലെ തന്നെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇത് വറുത്ത് കോരി മാറ്റണം. ഇനി ഇതിലേക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്താൽ മുന്തിരി ഇതുപോലെ ഒന്ന് ബബിൾസായിട്ട് വരുന്ന ഉടനെ നല്ല ബബിൾസായി കിട്ടുമ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കോരി മാറ്റാം. ഇപ്പോൾ ഇവിടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമേ ചേർത്തുള്ളായിരുന്നു, പിന്നെയും വെള്ളം കുറച്ചും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇത് കറക്റ്റ് വെള്ളമാണ്. ഇത് പറ്റിക്കാനും നിൽക്കേണ്ട. അഥവാ നിങ്ങൾ വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ചൊന്ന് പറ്റിച്ചിട്ട് മസാല ചേർത്താൽ മതി. ഇനി ഞാൻ അരി വറുത്തെടുക്കാനായിട്ട് വേവിച്ചെടുക്കാനായിട്ട് കടായി വെച്ചേക്കുവാണ്. അപ്പോൾ ആ ഒണിയൻ വറുത്ത ഓയിലിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 കഷ്ണം കറുകപ്പട്ടയും 4 ഗ്രാമ്പും ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഇതിലേക്ക് ഒരു 5-6 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സാജീരകമാണ്. സാജീരകം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പറയുവാണ്. ഇതാണ് സാജീരകം. ഇത് നമ്മൾ പണ്ട് റസ്കിലൊക്കെ കാണും, അതാണ് ഈ സാജീരകം. ഇതും കൂടി ഇട്ട് ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടി വരണം. ഇത് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. അതൊന്നും നമുക്ക് വറുത്തെടുക്കണം. ചെറുതായിട്ട് ഇതൊന്നും വറുത്തെടുക്കുക. ഇത് വറുക്കാൻ പറ്റും. നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം.
അപ്പം ഇങ്ങനെ വറക്കുവാണെങ്കിൽ നമ്മൾ ഈ അരി വേവിക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകത്തില്ല, അതുപോലെ തന്നെ നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. ഇതിലേക്ക് ഞാൻ 7.5 കപ്പ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അതാണ് ഇതിൻ്റെ അളവ്. അപ്പം ഞാനിത് ഹൈ ഫ്ലെയിമിൽ ഇപ്പോൾ ഫസ്റ്റ് ഒന്ന് ബോയിൽ ആവുന്നിടം വരെ വെക്കുവാണ്, ഹൈ ഫ്ലെയിമിൽ വെക്കുവാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് വേണം. ഉപ്പ് എപ്പോഴും നമ്മൾ അധികമായിട്ട് ഇച്ചിരി കൂടി മുന്തി നിൽക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് ഇപ്പം ഇച്ചിരി അല്പം ഒന്ന് കൂടി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നണം, എങ്കിലേ വെന്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുവാണ്. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഹൈ ഫ്ലെയിമിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ വെള്ളം പറ്റും, അരി വേവത്തുമില്ല. അപ്പോൾ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. ഇനി ഞാനൊരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അല്പം വലിപ്പമുള്ള പാത്രം തന്നെ എടുക്കുക. ഇതിലാണ് നമ്മളിനി മസാല ഉണ്ടാക്കുന്നതും ദം ചെയ്യുന്നതും. അപ്പോൾ അതനുസരിച്ചുള്ള പാത്രം എടുക്കണം. അപ്പോൾ നമ്മൾ ഒണിയൻ വറുത്ത് വെച്ചിരിക്കുന്ന ആ എണ്ണയിൽ നിന്നൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 സവാള മീഡിയം സൈസിലുള്ളത് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെ കുറച്ച് നമ്മൾ ആദ്യം ബീഫ് വേവിക്കാൻ നേരം ഇട്ടല്ലോ, അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ആ പേസ്റ്റും കൂടെ ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് ഒരുമാതിരി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 2 വലിയ ടൊമാറ്റോ ഇതുപോലെ ചോപ്പ് ചെയ്തതാണ് ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റാൻ പെട്ടെന്ന് ഇതൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ടൊമാറ്റോ ഒക്കെ ഇവിടെ നമുക്ക് ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അടച്ച് വെക്കുകയാണെങ്കിൽ വേഗമായി കിട്ടും. അപ്പോൾ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് ഒന്ന് എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ മല്ലിപ്പൊടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ആ വറുത്ത് വെച്ചിരിക്കുന്ന ഒണിയന് കുറച്ചിട്ട് കൊടുക്കാം. അരിഞ്ഞെടുത്തിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം, 1 പിടി. പിന്നെ കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയെക്കാട്ടി കുറവായിരിക്കണം പുതിനയില ചേർക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പം കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ കുറച്ച് ചേർത്താൽ മതി. ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ എരിവ് അനുസരിച്ചിട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് പുളിയുള്ളതല്ല, കുറച്ച് പുളിയുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ നാരങ്ങാനീരോട് ചേർക്കുകയാണ്. അതുപോലെ ബിരിയാണിയിൽ അല്പം പുളിയൊക്കെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുത്ത ബീഫ് ചേർത്ത് കൊടുക്കാം. അതിലെ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമാണെങ്കിൽ നമ്മൾ പറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ കറക്റ്റ് വെള്ളമാണ്. ഇത് 10 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെക്കുവാണ്. ഇതിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതിൽ എരിയൊക്കെ ഒന്ന് നോക്കണം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ എരിവൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഇതിലെ എരിവൊക്കെ ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മസാലയൊക്കെ ഇതിൽ പിടിക്കുന്ന പോലെ ഒന്ന് കുക്കാകാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഈ 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതായത് നമ്മൾ റൈസിൽ ഒരു യെല്ലോ കളർ ആഡ് ചെയ്യത്തില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഈ സമയം നമുക്ക് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന അരി
വെന്ത് വന്നിട്ടുണ്ട്. റൈസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ദാ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, അതുപോലെ പൊടിഞ്ഞിട്ടുമില്ല. കറക്റ്റ് വെള്ളമായിരുന്നു. നമ്മളെപ്പോഴും ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുക റൈസ് വേവിക്കുമ്പോൾ. അതുപോലെ തന്നെ ബീഫും ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ദാ വെള്ളമൊക്കെ ഇതാണ് കറക്റ്റ് ഇതിൻ്റെ വെള്ളം. ഇനി ഇതിൽ വെള്ളം നമ്മൾ പറ്റിക്കുകയൊന്നും വേണ്ട. മസാലയുടെ ഒരു കറക്റ്റ് ഗ്രേവിയാണിത്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ പൈനാപ്പിൾ എസൻസിന് പകരം നമുക്ക് പൈനാപ്പിൾ ചോപ്പ് ചെയ്തിടുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ദം ചെയ്യാനായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഓരോ ലെയറായിട്ട് റൈസ് കട്ടയൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ചോപ്പ് ചെയ്ത മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്ത ഓണിയൻസ് ഇട്ട് കൊടുക്കാം. പിന്നെ കാഷ്യൂനട്ടും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണോ 1 ടീസ്പൂണോ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ എല്ലാ ലെയർ റൈസ് ഇടുക, നെയ്യ് ചേർക്കുക. പിന്നെ ഞാൻ ആ പാല് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചത് കളറിന് വേണ്ടി ഇങ്ങനെ കുറച്ചൊന്ന് എല്ലായിടത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ എല്ലാ മല്ലിയിലൊക്കെ ഇട്ട് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് എല്ലാ ലെയറും. ഇനി നമുക്കിതൊരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ആവി വരുന്നിടം വരെ കുക്ക് ചെയ്യണം. ഞാനപ്പോൾ ഇത് ഡയറക്റ്റാണ് കുക്ക് ചെയ്തത്. അപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട്. ഇത് ബിരിയാണി പോട്ടായതുകൊണ്ട് അടി പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അടിയിൽ തവയൊന്നും വെച്ചിട്ടില്ല. നിങ്ങളുടെ കയ്യിലുള്ള പാത്രങ്ങൾ അടി പിടിക്കുന്നതാണെങ്കിൽ ഇതിലൊരു താഴെ ഒരു തവ വെച്ചിട്ട് അതിന് മുകളിൽ പാത്രം വെച്ചിട്ട് വേണം ഇതുപോലെ സ്റ്റീം ചെയ്ത് ദം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സെർവ് ചെയ്യുന്ന ടൈമിൽ ചിലർക്ക് റൈസ് മാത്രമായിട്ടും മസാല ബീഫ് മാത്രമായിട്ടും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാം. ഞാൻ പക്ഷേ എല്ലാം കൂടെ മിക്സ് ചെയ്ത് മസാലയുമായിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്കപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.